വനഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെയും വന്യജീവി ആക്രമണത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്നും ആരോപിച്ചും കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, INTUC ജോയിന്റ് സെക്രട്ടറി PT വിനയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EA ഓമന, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, ഡേവിസ് W അക്കര, P ഗോപാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഫൈസൽ ഇബ്രാഹിം, ജിജോ പുന്നക്കര, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലൈസ ലിജോ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേബ് ചെറടായി, പെൻഷനേഴ്സ് ബ്ലോക്ക് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കാർലത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി ആക്രമണം കൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൃത്യതയോടുകൂടി ഈ വിഷയങ്ങളെക്കുറിച്ച് ചായക്കടയിൽ ഇരുന്നു പോലും, ബസ് സ്റ്റാൻഡിൽ ഇരുന്നു പോലും, വൈകുന്നേരം കൂലിപ്പണി കഴിഞ്ഞ് ഈ പ്ലാവിന്റെ ചോട്ടിലൊക്കെ വന്നിരുന്നു കൊണ്ട് ഒരല്പനേരം തങ്ങളുടെ പ്രാദേശികമായിരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പോലും ചർച്ച ചെയ്യുന്ന നിങ്ങൾ എന്നേക്കാൾ ഈ വിഷയത്തിൽ വളരെ ഗ്രാഹ്യമുള്ളവരാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു രൂക്ഷമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കേവലം ഒരു വെളിയാളം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിന്റെ നാനാ മേഖലകളിലുള്ള മുഴുവൻ ആളുകളും ഇവിടേക്ക് ഓടിയെത്തിയത്. മുഴുവൻ അനാസ്ഥകൾക്കെതിരെയും ഈ നാട്ടിൽ എവിടെ വന്യമൃഗം ഇറങ്ങിയാലും ആർക്കെല്ലാം അപകടം സംഭവിച്ചാലും അവിടെ ഏറ്റവും അധികം ഓടിയെത്തുന്നതും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതും അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുന്നതും അറിയിക്കുന്നതും മീഡിയാസിന് ബൈറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മലയോര കർഷക സമിതിയുടെ അധ്യക്ഷ കൂടിയാണ് ഓമനി ചേച്ചി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധ സംഗമ പരിപാടി പുൽക്കണ്ണി സെന്ററിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകൾ മാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തിലധികമായി തുടർച്ചയായി കാട്ടാന ആക്രമണങ്ങളും മറ്റു വന്യജീവി ഉപദ്രവങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്.